ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹെയർ ആക്സറീസ് ബിസിനസ് ചെയ്യുമ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായേക്കാവുന്ന ചില സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് സെലക്ട് ചെയ്തത്, എത്ര രൂപ മുതൽ മുടക്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും, പിന്നെ ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക പരിശീലനം ആവശ്യമാണോ, സ്റ്റിച്ചിങ് മെഷീൻ ആവശ്യമാണോ എന്ന് തുടങ്ങിയിട്ടുള്ള ചില കോമൺ ആയിട്ടുള്ള കുറച്ച് സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ കുറേ പേരൊക്കെ ആ ഒരു വീഡിയോ കണ്ടിട്ട് താഴെ കമന്റ് ബോക്സിൽ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കമന്റ് ഇട്ടിരുന്നു കേട്ടോ. കുറച്ച് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു വീഡിയോയിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും നല്ലതായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യക്കാരെ എങ്ങനെ കണ്ടെത്താം, പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇപ്പോൾ ഇന്ന് പറയുന്നത്. പിന്നെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ചില പോയിന്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്ന ചില പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മിസ്സായി പോകും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, അപ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ ചെറിയ മുതൽ മുടക്കിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഇതെങ്ങനെയാവും എന്താവും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് കാരണം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ 100 രൂപയിൽ തന്നെ ഐറ്റംസ് വാങ്ങിയിട്ട് ഒന്ന് ശ്രമിച്ച് നോക്കി നോക്കാം കേട്ടോ. ഇനി എങ്ങാനും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഐറ്റംസ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ആ റേറ്റിൽ വിറ്റ് പോയില്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു ചെറിയ എമൗണ്ടിൽ ഇറക്കിയിട്ടുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ കുറച്ചല്ലേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അത് നമ്മൾക്ക് ആയിട്ടുള്ള ഒരു കോസ്റ്റിൽ വിറ്റഴിക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല കേട്ടോ. ഇനിയുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചെറിയൊരു മുതൽ മുടക്കിൽ തുടങ്ങുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് തന്നെ നമുക്ക് ആ ഒരു ഏർണിങ്സും വരുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 100 രൂപ മുടക്കിയിട്ട് വാങ്ങുന്ന ഐറ്റംസ് വെച്ചിട്ട് നമുക്കൊരു ആയിരങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നത് തുടക്കത്തിലുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെറിയൊരു എമൗണ്ടിലുള്ള ഐറ്റംസ് അല്ലേ വാങ്ങുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ഏർണിങ്സ് കിട്ടുക. പിന്നെ നമുക്ക് സെയിൽ കൂടുന്നതിനനുസരിച്ചിട്ടും നമ്മൾ ഏർണിങ്സ് കൂടുന്നതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് കൂടുതൽ ഐറ്റംസ് ഒക്കെ വാങ്ങി സെയിൽ ചെയ്ത് അങ്ങനെ നമ്മുടെ ഏർണിങ്സ് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമ്മുടെ മെയിൻ പോയിന്റ്സിലേക്ക് വരാം കേട്ടോ. അപ്പൊ ആദ്യത്തെ പോയിന്റ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ആവശ്യക്കാരെ എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഐറ്റംസിന്റെ ഫോട്ടോസ് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പൊ നല്ല ഭംഗിയിൽ തന്നെ ഓരോ ഫോട്ടോസ് എടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഏറ്റവും നല്ലത് നമ്മളുടെ ഏറ്റവും അടുത്ത നല്ല ഫ്രണ്ട്സ്, അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന കസിൻസ്, അവരോടൊക്കെ ജസ്റ്റ് ഇതുപോലെ പറയാം കേട്ടോ. അപ്പൊ ഒരു ബിസിനസ് ആയിട്ട് പറയാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഇതേപോലെ കുറച്ച് ഹെയർ ആക്സറീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പൊ ഫോട്ടോസ് അയച്ചു തരാം, പിന്നെ ചെറിയൊരു എമൗണ്ടിലാണ് സെയിൽ ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് പറയാം. എന്നിട്ട് അതുപോലെ ഫോട്ടോസ് അയച്ചു കൊടുക്കുക. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ റേറ്റും പറയാം കേട്ടോ. അപ്പൊ റേറ്റ് എങ്ങനെയാണ് ഇടേണ്ടതെന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മുടെ കോസ്റ്റ് എങ്ങനെ കണക്കാക്കണം, ഇപ്പൊ എന്തൊക്കെ കോസ്റ്റുകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ഐറ്റത്തിന്റെ കോസ്റ്റ് ഒക്കെ എങ്ങനെ കണക്കാക്കാന്ന് മനസ്സിലാവും. അപ്പൊ തുടക്കത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റത്തിന് ഒരുപാട് റേറ്റ് പറയരുത് കേട്ടോ. അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മുടെ വർക്ക് അത്ര പെർഫെക്ഷൻ ഒന്നും ആയിരുന്നു വരില്ല. അപ്പൊ ചെറിയ അപാകതകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ കണക്കിലെടുത്തിട്ട് നമ്മൾ ചെറിയൊരു റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കാനായിട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നഷ്ടത്തിന് കൊടുക്കണം എന്നല്ല പറയുന്നത് കേട്ടോ. നമ്മൾക്ക് ആ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുള്ള കോസ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് കാണുക. അതിന്റെ കൂടെ കുറച്ചൊരു വർക്കിംഗ് ചാർജും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ തുടക്കത്തിൽ സെയിൽ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും നല്ല ഫ്രണ്ട്സ്, കസിൻസ്, അവർക്കൊക്കെ സെയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഒരു 10 പേരോട് പറയുകയാണെങ്കിൽ ഒരാളെങ്കിലും നമ്മളിത് വാങ്ങാതിരിക്കില്ല കേട്ടോ. മാത്രല്ല അവരോടൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ അവർക്കൊക്കെ ഐറ്റംസ് സെയിൽ ചെയ്തിട്ട് നമ്മൾ പ്രത്യേകം അവരോട് പറയുക, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണമെന്ന് പറയാം കേട്ടോ. അപ്പൊ അവരൊക്കെ ആകുമ്പോൾ കറക്റ്റ് നമുക്ക് പറഞ്ഞു തരും. നല്ലതാണെങ്കിൽ അവർ പറയും ഞാൻ ഇത്രയും നാളെ യൂസ് ചെയ്തു കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയും. അതല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അവരത് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വിശ്വസിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ വർക്കിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഐറ്റംസും ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഐറ്റംസ് ഒക്കെ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഒരു ധൈര്യം വരും കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ റേറ്റ് കുറച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞത്. പിന്നെ നിങ്ങൾ വർക്കൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകുമ്പോൾ നല്ല പെർഫെക്ഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് സാധാരണ ആൾക്കാരൊക്കെ സെയിൽ ചെയ്യുന്ന പോലെ വർക്കിംഗ് ചാർജും പ്രോഫിറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഐറ്റത്തിനും സെയിൽ ചെയ്യാം കേട്ടോ.
അപ്പൊ തുടക്കത്തിലൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിനും നമ്മുടെ കസിൻസിനും ഒക്കെ സെയിൽ ചെയ്യാം. പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള അറിയുന്ന ആൾക്കാർക്കൊക്കെ ഇതേപോലെ പറയാ, ഇതേപോലെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, അവർക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ കാണിച്ചു കൊടുക്കാം. അപ്പൊ അവർക്ക് ഇഷ്ടമായി അവർ എടുക്കും. പിന്നെ നിങ്ങൾ കുടുംബശ്രീയിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അതും നിങ്ങൾക്ക് ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പോകുമ്പോൾ ഇതേപോലെ ഐറ്റംസ് ഒക്കെ കുറച്ച് എടുത്തിട്ട് അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പൊ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരും ഇതേപോലെ തന്നെ വാങ്ങിക്കോളൂ കേട്ടോ. പിന്നെ സ്കൂളുകളിലൊക്കെ ഓരോ ഫംഗ്ഷൻസ് ഒക്കെ വരില്ലേ, പ്രോഗ്രാംസ് ഒക്കെ, അതിനൊക്കെ ഇതേപോലത്തെ ഹെയർ ആക്സറീസ് ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ കുറെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അത്രയും പീസുകൾ അവർക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പൊ ചിലപ്പോൾ കടകളിൽ നിന്ന് ഒരേ ടൈപ്പ് തന്നെ അത്രയും കുട്ടികൾക്ക് കിട്ടണമെന്നൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇതേപോലെ ടീച്ചേഴ്സിനോടൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുക, ഇതേപോലെ ഹെയർ ആക്സറീസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കുക, അതിൽ കോൺടാക്ട് ചെയ്യാനൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്കാവുമ്പോൾ കുറെ ഓർഡേഴ്സ് ഒക്കെ അതേപോലെ കിട്ടും. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാരിൽ തന്നെ ഇതേപോലെ സ്കൂളുകളിൽ സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലത്തെ സീസണിലൊക്കെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ബൾക്കായിട്ട് കിട്ടും കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ, അതേപോലെ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്കൂളുകളിൽ നിന്ന് ഇതേപോലത്തെ വലിയ ഓർഡേഴ്സ് ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനെ ഓർഡേഴ്സ് എടുക്കുന്ന ആൾക്കാർ നമ്മുടെ പരിചയത്തിലുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഐറ്റംസ് സെയിൽ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ. അപ്പൊ ഒരുപാട് ബൾക്കായിട്ടുള്ള ഐറ്റംസ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ചെറിയൊരു റേറ്റ് കുറച്ചിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. മൊത്തത്തിലൊരു എമൗണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ പറഞ്ഞതുപോലെ തന്നെ ഓണം സീസണിലൊക്കെ നമുക്ക് ക്രിസ്മസ് ആയാലും ഓണായാലും നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒക്കെ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഓണത്തിന്റെ ടൈമിലൊക്കെ ആണെങ്കിൽ മുല്ലമൊട്ട് വെച്ചിട്ടുള്ള ഹെയർ ആക്സറീസിനൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു ടൈമിൽ അധികം ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അതേപോലെ മുല്ലമൊട്ട് വെച്ചിട്ടുള്ള ഹെയർ ആക്സറീസിനായിരിക്കും കേട്ടോ. അപ്പൊ അത് വെച്ചിട്ടുള്ള കുറെ വർക്കുകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും നമ്മളെ കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യുക കേട്ടോ. അതായത് നമ്മളുടെ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ അവരുടെ നമ്പർ സേവ് ചെയ്ത് വെക്കുക. അവരോടും പറയാട്ടോ നമ്മുടെ നമ്പർ സേവ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുമ്പോൾ അവരും കൂടെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടുക. അപ്പോൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ നമുക്ക് ഓർഡേഴ്സ് ഒക്കെ തരും കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് അവരോടൊക്കെ സ്റ്റാറ്റസ് വെക്കാനായിട്ട് പറയാട്ടോ. അപ്പൊ അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഒപ്പം നമ്പർ വെക്കാനായിട്ട് നിങ്ങൾ മറന്നു പോയിരുന്നു. അപ്പൊ അതുപോലെ നമ്പർ വെക്കുകയാണെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ റേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതി. നമ്പർ വെക്കാനായിട്ട് നിങ്ങൾ വിട്ടു പോകരുത്. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ഒരു കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും വെഡിങ് ഫംഗ്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ മക്കളെ നല്ല ഹെയർ ആക്സറീസ് ഒക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ ഇത് കണ്ടിട്ട് ആൾക്കാർ ചോദിക്കണം ഇത് എവിടുന്ന വാങ്ങിയെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര കൗതുകമായിട്ട് അവരും നമ്മളിൽ നിന്ന് വാങ്ങും കേട്ടോ. പിന്നെ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ അവരിൽ നിന്ന് കണ്ടിട്ട് വേറെ പേര് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ഓർഡേഴ്സ് കിട്ടും. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഇതേപോലെയാണ് കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ കുറച്ചൊക്കെ ഒന്ന് അറിഞ്ഞു വരികയാണെങ്കിൽ പിന്നെ ഓരോരുത്തരും നമുക്ക് പുതിയ പുതിയ ഓർഡേഴ്സ് തരും കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആവശ്യക്കാരെ കണ്ടെത്തുന്നത്. പിന്നെ നമ്മൾ ഫോട്ടോസ് ഒക്കെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ പ്രത്യേകം നമ്മൾ അതിന്റെ കൂടെ റേറ്റും കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ റേറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ചില ആൾക്കാർ ആ ഒരു ഫോട്ടോസ് ഒക്കെ ആ സ്റ്റാറ്റസ് കാണുമ്പോൾ അവർ തന്നെ ഒരു വില ഇടും കേട്ടോ. ചിലപ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും. ചോദിക്കില്ല കേട്ടോ, ഇത്ര റേറ്റും ചോദിക്കില്ല അവര്. അപ്പോ നമ്മൾ റേറ്റ് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് തോന്നാം ഈ ഒരു റേറ്റിന് ഇത് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഓർഡേഴ്സ് കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ നമ്മൾ റേറ്റ് എത്രയും ചോദിച്ചിട്ട് മെസ്സേജ് അയക്കില്ലല്ലോ ആരും. പിന്നെ നമുക്ക് ഈ ഒരു ഹെയർ ആക്സറീസ് ബിസിനസ്സിന് റിസ്ക് പൊതുവെ കുറവാണ് കേട്ടോ. അപ്പൊ റിസ്ക് കുറച്ച് വരുന്നത് നമ്മൾ കസ്റ്റമൈസേഷൻ ഒക്കെ എടുക്കുമ്പോഴാണ്. അപ്പൊ ചില കസ്റ്റമേഴ്സ് ഒക്കെ ഇതുപോലെ ഓരോ ഫോട്ടോസ് കാണിച്ചു തന്നിട്ട് ഇതേപോലെ ആക്കി തരാനൊക്കെ പറ്റുമെന്നൊക്കെ ചോദിക്കും. അപ്പൊ ചിലപ്പോൾ നമുക്കത് പറ്റിയൊന്നും വരില്ല. അപ്പൊ നമുക്ക് പറ്റില്ലെങ്കിൽ അത് അറിയില്ല എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റെടുത്തിട്ട് കൊളാക്കി കൊടുക്കണേക്കാട്ടി ഭേദമാണ് നമ്മൾ അറിയില്ല എന്ന് പറയണത്. അപ്പൊ അങ്ങനത്തെ ഭയങ്കര പിന്നെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് അത് അറിയില്ലെങ്കിൽ. അപ്പോൾ അറിയാതാണെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ഐറ്റംസും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അപ്പോൾ തന്നെ അതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് റേറ്റ് ഇട്ട് വെക്കാം കേട്ടോ. നമ്മൾ കുറെ കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റും നമ്മളുടെ ഒരു വർക്കിംഗ് ചാർജ് നമ്മൾക്ക് അതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ മാക്സിമം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്കൊരു ബുക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു ബുക്കിൽ നമ്മൾ ഇതുപോലെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് റേറ്റ് ഇട്ട് വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് പാക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. പാക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതുപോലെ അഴുക്കൊക്കെ ആയിട്ട് അഴുക്കൊക്കെ ആകും. അപ്പൊ ചിലപ്പോൾ ആൾക്കാർക്ക് എടുക്കാനായിട്ട് ഇഷ്ടമുണ്ടായിരിക്കില്ല. പിന്നെ നമ്മളത് വില കുറച്ചൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിലൊരു ലാഭം ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പൊ മാക്സിമം നമ്മൾ പൊടി പിടിക്കാണ്ടിരിക്കാനും അഴുക്കൊന്നും ആവാതിരിക്കാനും മാക്സിമം ഒരു പാക്കിംഗ് കവറിൽ പാക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ബോക്സിലൊക്കെ ആയിട്ട് നമ്മൾ അടച്ചു വെക്കുക കേട്ടോ.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബുക്ക് ആവശ്യമാണ്, അത് മസ്റ്റ് ആണ് കേട്ടോ. നമുക്കൊരു ഇതിനൊരു ബുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കിലാണ് നമ്മൾ നമ്മളുടെ വാങ്ങുന്ന ഐറ്റംസിന്റെ നമ്മൾ ഓരോ ഐറ്റംസും വാങ്ങുമ്പോൾ എത്ര രൂപയ്ക്ക് നമ്മൾ വാങ്ങി, അതേപോലെ തന്നെ നമ്മൾ ഓരോ ഐറ്റംസും ചെയ്യുമ്പോൾ അതിൽ ഇത്ര കോസ്റ്റ് ആയിട്ടുണ്ട്, അതിൽ ഇത്ര പ്രോഫിറ്റ്, വർക്കിംഗ് ചാർജ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഓരോ ഐറ്റംസും കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്, അതിൽ എത്ര ലാഭം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ ഇതേപോലെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിതൊക്കെ എങ്ങനെയാണ് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണമെന്ന് ജസ്റ്റ് പറയാം കേട്ടോ. അപ്പൊ ഞാനൊരു 5 കോളം വരയ്ക്കും. അപ്പൊ ആദ്യത്തെ കോളത്തിൽ നമ്മൾ എഴുതണത് ഐറ്റംസ് ആണ്, പിന്നെ കോസ്റ്റ്, വർക്കിംഗ് ചാർജ്, പ്രോഫിറ്റ്, പിന്നെ ടോട്ടൽ എമൗണ്ട്. അങ്ങനെ ഒരു 5 കോളം വരച്ചിട്ടാണ് എഴുതുന്നത് കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഐറ്റത്തിന്റെയും കോസ്റ്റും വർക്കിംഗ് ചാർജും പ്രോഫിറ്റും ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ആ ഐറ്റം തന്നെ പിന്നീടും ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പിന്നെയും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് കറക്റ്റ് ആ ഒരു റേറ്റിന് നമുക്ക് കൊടുത്താൽ മതി. പിന്നെ എല്ലായ്പ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഒരേ റേറ്റ് ആവണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ഇപ്പൊ കിട്ടിയിട്ടുള്ള ഒരു ഐറ്റത്തിന്റെ ആ ഒരു റേറ്റിലായിരിക്കണമെന്നില്ല പിന്നീട് നമ്മൾ സെയിം സാധനം വാങ്ങുമ്പോൾ. അപ്പോൾ മുമ്പ് വാങ്ങിയതിനേക്കാൾ റേറ്റ് കുറച്ച് കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുറച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിലൊക്കെ റേറ്റിലൊക്കെ വ്യത്യാസം വരും. എപ്പോഴും ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആവണമെന്നില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ബുക്കിന്റെ കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പൊ നമ്മൾ എന്ത് വാങ്ങുകയാണെങ്കിലും നമ്മൾ ആ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ ചെറിയൊരു എമൗണ്ട് ഒക്കെ ആകുമ്പോൾ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും ചെറിയ ചെറിയ എമൗണ്ടുകളല്ലേ എന്തിനാ നോട്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മളതൊക്കെ മറന്നു പോകും കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു ഹെയർ ആക്സറീസ് ബിസിനസ്സിലേക്ക് ഓരോ പ്രാവശ്യം ഇറക്കുന്ന ഐറ്റംസ് എത്ര രൂപയ്ക്ക് ഇറക്കി എന്നുള്ളതൊക്കെ ഒരു കണക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കുകയാണെങ്കിലുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്ര രൂപയുടെ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്, എത്ര രൂപ നമ്മൾ ഇതിലേക്ക് ഇറക്കിയിട്ടുണ്ടെന്നും അതേപോലെ തന്നെ നമ്മൾ എത്ര രൂപ നമുക്ക് ഇതുപോലെ ഹെയർ ആക്സറീസ് സെയിൽ ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയെന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ഈ ഒരു ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്ന്. പിന്നെ നമുക്ക് ചെറിയ എമൗണ്ട് ഒക്കെ ആകുമ്പോൾ നമുക്ക് എഴുതി വെക്കാനൊക്കെ ഒരു മടി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ആ മടി നോക്കരുത്. പിന്നീട് എഴുതി വെക്കാന്ന് വിചാരിക്കും, പക്ഷെ മറന്നു പോകും കേട്ടോ. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓരോ പ്രാവശ്യം വാങ്ങുന്ന ഐറ്റംസും അതിന്റെ റേറ്റും ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഇതേപോലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് നമുക്ക് ലാഭത്തിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ഐറ്റംസും നമ്മൾ നല്ല പെർഫെക്ഷനിലും നല്ല ക്വാളിറ്റിയിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒട്ടിച്ചൊക്കെ വെക്കുന്ന ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നല്ലതുപോലെ ഗ്ലൂ ചെയ്തിട്ട് നല്ലതുപോലെ ഫിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഓർഡേഴ്സ് ഒക്കെ കിട്ടും. വാങ്ങുന്നവരെ പിന്നെയും പിന്നെയും വാങ്ങും കേട്ടോ. അപ്പൊ നമ്മൾ മോശമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയവർ പിന്നെയും വാങ്ങില്ല കേട്ടോ. അപ്പൊ മാക്സിമം നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന തരത്തിലൊക്കെ നമ്മൾ നല്ലതുപോലെ ഫിക്സ് ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾ ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഓഫർ ഇടുക കേട്ടോ. ഒരു ഡേറ്റ് ഒക്കെ വെക്കുക കേട്ടോ. അപ്പൊ ഇന്ന ഡേറ്റ് വരെ നമ്മൾ ഐറ്റംസ് വാങ്ങുന്ന ആൾക്കാർക്ക് ഇത്ര പെർസെന്റേജ് ഓഫർ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര 2 എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ, അല്ലെങ്കിൽ 3 എടുക്കുമ്പോൾ ഇത്രയും ഓരോ പീസും വരും ഇത്രയും റേറ്റ് കുറയും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാറ്റസ് വെക്കുകയാണെങ്കിൽ ആൾക്കാർ ആ ഒരു ടൈമിൽ തന്നെ വാങ്ങാനായിട്ട് കൂടുതൽ ശ്രമിക്കും കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതൽ ഓർഡേഴ്സും ബൾക്കായിട്ട് ഒരു ഓർഡർ കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ കൂടുതൽ എമൗണ്ട് നമ്മളുടെ കയ്യിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും ആ ഒരു ടൈം പീരീഡിൽ. പിന്നെ കസ്റ്റമേഴ്സിന് ഫ്രീ ഗിഫ്റ്റുകളൊക്കെ ഓഫർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക. അപ്പൊ ഇതേപോലെ കസ്റ്റമേഴ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ മാക്സിമം ആ ഒരു ടൈം പീരീഡിൽ തന്നെ കുറെ ഐറ്റംസ് ഒക്കെ പോകും. പിന്നെ നമ്മൾ കുറെ ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഐറ്റംസും വിറ്റ് പോകാനായിട്ട് ഓഫറിലൊക്കെ ഇടാം കേട്ടോ. അപ്പൊ നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ എങ്ങനെ കസ്റ്റമേഴ്സിന് ഫ്രീ ഗിഫ്റ്റുകൾ കൊടുക്കാൻ നോക്കാം കേട്ടോ. ഇപ്പൊ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അവരുടെ കയ്യിൽ ഒരുപാട് കട്ട് പീസുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അത് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നോടത്ത് പോയി ചോദിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ വെറുതെ കളയുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് അപ്പൊ അവരോട് ചോദിക്കുകയാണെങ്കിൽ ഒരു തരും കേട്ടോ. എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് പോകണമെന്നുണ്ടായിരിക്കുള്ളൂ. അപ്പൊ വലിയ പീസൊന്നും അല്ല കേട്ടോ. അപ്പൊ സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുള്ള ആൾക്കാരുടെ ബാക്കി വരുന്ന വലിയ പീസൊക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അതല്ലാത്ത നമ്മൾ വെറുതെ ഒഴിവാക്കി കളയുന്ന ചെറിയ ചെറിയ പീസുകൾ ഉണ്ടല്ലോ, അതൊന്നും ആരും തിരിച്ചു വാങ്ങുമൊന്നുമില്ല. പിന്നെ അത് വെറുതെ ഒരു കളയുന്നതായിരിക്കും. അപ്പൊ അതിനേക്കാളും ഭേദമാണ് നമ്മൾ ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ഒരു ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ അതിൽ നമ്മൾ ആ ഒരു മെറ്റീരിയൽ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിപ്പായാലും ഹെയർ ബോ ആയാലും അതേപോലെ ഗ്ലോ, പിന്നെ നമ്മളുടെ ആ ഒരു എഫേർട്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ആ ഒരു മെറ്റീരിയൽ മാത്രം നമുക്ക് ആ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇത് പൈസക്കല്ലല്ലോ കൊടുക്കുന്നത്, ഒരു ഫ്രീ ഗിഫ്റ്റ് ആയിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ നഷ്ടമില്ലാത്ത രീതിയിൽ ഫ്രീ ഗിഫ്റ്റുകളൊക്കെ നമുക്ക് ഓഫർ ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാം കേട്ടോ.
പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണലാണ് ട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ മതി. അല്ലെങ്കിൽ നമ്മളുടെ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കിയതീന്ന് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെയായാലും കൊടുക്കാട്ടോ. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങനെയും ചെയ്യാമെന്നാണ് ട്ടോ. അപ്പൊ ഇതേപോലൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടാന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പൊ എല്ലാവരും ഇതേപോലെ കൊടുക്കണം എന്നല്ല പറയുന്നത് കേട്ടോ. അപ്പൊ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കൊടുക്കാം. അല്ലെങ്കിൽ ഫ്രീ ഗിഫ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഓഫറിൽ മാത്രമായിട്ട് നമുക്ക് കൊടുക്കാം ട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഐറ്റംസ് ഒക്കെ ഫാൻസി ഷോപ്പുകളിൽ കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും അവസാനത്തെ ഒരു മാർഗമായിട്ട് കണ്ടാൽ മതി കേട്ടോ. നമ്മൾ ഷോപ്പുകളിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള റേറ്റ് നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ. പിന്നെ എല്ലാ ഷോപ്പുകളിലും നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഐറ്റംസ് അവർ എടുക്കണമെന്നില്ല കേട്ടോ. അപ്പൊ ഒരു ചിലപ്പോൾ പറയും അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് പറയും. ചില ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വെച്ചോ സെയിൽ ആവുകയാണെങ്കിൽ ക്യാഷ് തരാമെന്നും പറയും. അപ്പോൾ നമ്മൾ പറയുന്ന റേറ്റ് ഒന്നും എന്തായാലും അവർ തരാനുള്ള ചാൻസും ഇല്ല. അപ്പൊ ഞാനിതുവരെ ഷോപ്പുകളിൽ കൊടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് അതിനെപ്പറ്റി പറയാൻ അറിയില്ല. അപ്പൊ നമുക്ക് വലിയ നഷ്ടങ്ങളില്ലാത്ത തരത്തില് ഫാൻസി ഷോപ്പുകളിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ എണ്ണം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബീഡ്സ് കോർത്തിട്ടുള്ള ഹെയർ ബോ, അതേപോലെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള ഹെയർ ബോയില്. അപ്പോൾ അങ്ങനത്തെ ഹെയർ ബോ ആണെങ്കിൽ നമുക്ക് അധികം ടൈം വരുന്നില്ല കേട്ടോ ഒന്നും ചെയ്തെടുക്കാനായിട്ട്. അപ്പം കുറച്ച് സമയം കൊണ്ട് കൂടുതൽ എണ്ണം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഐറ്റംസ്, അതായത് വർക്കിംഗ് ടൈം കുറച്ച് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഇതുപോലെ അപ്പൊ അത് നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് കിട്ടും കേട്ടോ. അതിൽ വലിയ നഷ്ടം വരാനുള്ള ചാൻസ് ഇല്ല. കാരണം ഇപ്പൊ ഈ ബീഡഡ് ഹെയർ ബോ ആണെങ്കിലും ഗ്ലിറ്റർ ട്യൂബിന്റെ ഹെയർ ബോ ആണെങ്കിലും നമുക്ക് അധികം ടൈം വരുന്നില്ല കേട്ടോ കുറച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ കുറെ എണ്ണം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ കോസ്റ്റ് എന്തായാലും കാണണം കേട്ടോ. നമുക്ക് ഓരോന്നിനും വന്നിട്ടുള്ള കോസ്റ്റ് കാണണം. കോസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നമ്മൾക്ക് ഒരു വർക്കിംഗ് ചാർജ് പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. കാരണം ഒരുപാട് പണി നമുക്ക് ഇതിൽ വരുന്നില്ലല്ലോ. പിന്നെ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബൊക്കെ ഞാൻ വാങ്ങുന്ന സമയത്ത് മീറ്ററിന് 55 രൂപയായിരുന്നു കേട്ടോ. ഇപ്പൊ ഒക്കെ അത് 25 രൂപയ്ക്ക് 35 രൂപയ്ക്കൊക്കെ മീറ്ററിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ ഹെയർ ബോ ഒക്കെ നിങ്ങൾ കടകളിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫാൻസി ഷോപ്പുകളിലൊക്കെ ഐറ്റംസ് കൊടുക്കുന്നത് ഏറ്റവും അവസാനത്തെ ഒരു മാർഗമായിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പൊ ഏറ്റവും നല്ലത് നമുക്ക് ലാഭമുള്ളതും ഡയറക്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാൻ തന്നെയാണ്. പിന്നെ ബീഡഡ് ഹെയർ ബോ, അതേപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബ് ഹെയർ ബോ അല്ലാതെ അതേപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ എണ്ണം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഷോപ്പുകളിൽ കൊടുക്കാട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പൊ ആദ്യം നമുക്ക് അങ്ങനെ കസ്റ്റമേഴ്സ് ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ കസ്റ്റമർ ഒന്നും കിട്ടുന്നില്ല, ഐറ്റം സെയിൽ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ആ ഒരു കോസ്റ്റും കുറച്ചൊരു വർക്കിംഗ് ചാർജും ആഡ് ചെയ്തിട്ട് എങ്ങനെയും വിറ്റഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് നമ്മൾ ചെറിയൊരു മുതൽ മുടക്കിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്ത് ചെറുതാണെങ്കിലും ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടും കേട്ടോ. പിന്നെ നമുക്ക് പിന്നെയും വേറെ പുതിയ ഐറ്റംസ് ഒക്കെ പരീക്ഷിച്ച് നോക്കാനൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. വീട്ടിലൊക്കെ ബോറടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പൊ ചെറുതാണെങ്കിലും നമ്മൾ ഒരു ഏർണിങ്സ് വീട്ടിലിരുന്ന് ഉണ്ടാക്കാന്ന് പറയാൻ തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. ഇപ്പൊ ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അതല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു ബിസിനസ് ആണ്. ഇനി കുറെ നാളോ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ് മടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ബിസിനസ്സിലേക്കൊക്കെ നീങ്ങാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ബിസിനസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ധൈര്യം ഉണ്ടായിരിക്കും കേട്ടോ വേറെ എന്തോ ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറയാത്തതിൽ എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കാട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ അത് ഉപകാരപ്പെടും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് യൂസ്ഫുൾ ആയും തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് ഒരുപാട് പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.